സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ആരോഗ്യം ചോദിച്ചുകൊണ്ടിരിക്കും, ഞാൻ അവരുടെ എന്ത് പങ്കുവെക്കണം. സ്തോത്രം. എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യരുടെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. മതി, അതൊരു വാക്ക് പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, കർത്താവേ, കുഞ്ഞുബന്ധത്തിൽ ദൈവജനമായി നിൽക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്ന പ്രവൃത്തിയായി ദൈവത്തോട് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, പറയുന്ന കർത്താവ് കൂടിയിരിക്കണമേ. പരിശുദ്ധാത്മാവിൽ പോലും നിങ്ങൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും വചനങ്ങളുടെ പ്രവൃത്തിയായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ വായിക്കുകയാണ്, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളും. ആമേൻ. അപ്പൊ നമ്മൾ കർത്താവിനെ അറിഞ്ഞ ദൈവമക്കളാണ്. നമ്മൾ കർത്താവിനെ അറിഞ്ഞത് മാതാപിതാക്കളിലൂടെ, അതല്ലാതെ കർത്താവിനെ അറിഞ്ഞ കുഞ്ഞുങ്ങൾ കടന്നു വന്നേക്കാം. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ കർത്താവിനെ അറിഞ്ഞ് ആ പാദത്തിൽ പോകുന്ന ദൈവമക്കളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മോട് ദൈവം സംസാരിക്കുന്നത് നമ്മെ സ്നേഹിച്ച, നമ്മെ രക്ഷിച്ച, നമുക്ക് പഠിക്കുവാൻ ആവശ്യമായ ബുദ്ധി തന്ന, നമുക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ, ഭക്ഷണപദാർത്ഥങ്ങൾ ഇതെല്ലാം നമുക്ക് നൽകി തന്ന കർത്താവിനോട് നാം എപ്പോഴും എന്തുള്ളവരായിരിക്കണം? എപ്പോഴും ഒരു സ്നേഹവും ബന്ധവുമുള്ളവരായിരിക്കണം. ഇവിടെ വചനം പറയുന്നു, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് നമ്മൾ വെളിച്ചത്തിലുള്ളവരായി നടന്നു കൊള്ളണം. ആമേൻ. അപ്പൊ കർത്താവിനോടുള്ള സ്നേഹമുള്ള ദൈവമക്കൾ കർത്താവിന് ഇഷ്ടമായത് എന്തെന്ന് ആമേൻ പരിശോധിക്കും, അല്ലെ? നമ്മളിപ്പോ കോളേജിൽ പോകാണ്, സ്കൂളിൽ പോകാണെങ്കിൽ തന്നെ നമുക്കറിയാം നമ്മൾ സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണ് എന്നൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. എന്നിരുന്നാൽ പോലും നാം ഒരു വാക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കും. അത് കർത്താവ് ഇഷ്ടപ്പെടുകയാണ്. ദൈവമേ, ഞാൻ സ്കൂളിലേക്ക് കടന്നു പോവുകയാണ്. ഒത്തിരി കുഞ്ഞുങ്ങളെയൊക്കെ കാണും. അവരെല്ലാം കാണുമ്പോൾ അവരുടെ ഇടയിലെല്ലാം ആമേൻ എന്നെ കർത്താവിനെ ഉയർത്തുന്ന, കർത്താവിന്റെ സ്നേഹത്തെ പങ്കുവയ്ക്കുന്ന ഒരു പൈതലായി എന്നെ തീർക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ച് ഒഴുങ്ങി പഠിക്കാൻ നല്ല ബുദ്ധിശക്തി തരണമെന്നൊക്കെ പ്രാർത്ഥിക്കും. അപ്പോ കർത്താവ് അത് നമ്മളിന്ന് ആഗ്രഹിക്കുക. അത് കർത്താവിന് പ്രസാദമായതാണ്. എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടക്കണം. വെളിച്ചത്തിലുള്ളവരായി നാം നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവമായ ആഴമായ ബന്ധം ഉണ്ടായിരുന്നു. നമ്മളെല്ലാം കുഞ്ഞുങ്ങൾ മുതല് ബൈബിൾ വായിക്കുമ്പോൾ ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, അല്ലെ? ഈ ഒരു വാക്യം പറയാത്ത കുഞ്ഞുങ്ങൾ ആരും ഉണ്ടാകില്ല. തുടക്കത്തിൽ തന്നെ ദൈവം ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് വെളിച്ചവും ഇരുളും, അല്ലെ? ഏറ്റവും ആദ്യം എന്താ ഉണ്ടായത്? ഇരുളായിരുന്നു. ഇരുളിനെ നീക്കുവാൻ ദൈവം വെളിച്ചത്തിൽ ഉണ്ടാക്കി. വെളിച്ചം നല്ലതെന്ന് കണ്ടു. ഇരുളും വെളിച്ചം തമ്മിൽ ആമേൻ ദൈവം വേർതിരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇരുട്ടിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ദൈവമായി യാതൊരു ബന്ധമില്ലാത്ത പ്രവൃത്തികളാണ്. എന്താ ചെയ്യുന്നതെന്ന് പോലും നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടാകില്ല ഇരുട്ടിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത്. അപ്പോ ഇരുട്ടിൽ നടക്കുന്ന അനുഭവത്തിൽ നിന്ന് ദൈവം നമ്മെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ഇനി നാം ചെയ്യേണ്ടത് വെളിച്ചത്തിലുള്ളവരായി നടക്കണം. നോക്കിയേ, ഇരുട്ടിന്റെ സമയങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തെ അറിയാതെ ജീവിച്ച സമയങ്ങളിൽ നമുക്ക്, അല്ലെ, നമ്മുടെ ഫോണിലൊക്കെ എന്തുണ്ടായിരുന്നു? സിനിമാ പാട്ടുകളൊക്കെ വെക്കിയിരുന്നു, അല്ലെ? സിനിമാ പാട്ടുകൾ വെക്കിയിരുന്നു, സിനിമ കണ്ട് സന്തോഷിക്കുകയായിരുന്നു, അല്ലെ? അങ്ങനെ കുറെ കാര്യങ്ങൾ വെളിച്ചത്തിൽ കടന്നു വരുന്നതിന് മുമ്പുള്ള പ്രവർത്തികൾ. ഇതിനെല്ലാം വ്യത്യാസം വരുത്തി ഇനി ഒരിക്കലും ഇരുട്ടിന്റെ പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. വെളിച്ചത്തെ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് തന്നെങ്കിൽ ഇനി ഇരുട്ടിലേക്ക് പ്രവേശിക്കരുത്. ഇരുട്ടിൽ ജീവിച്ച സമയത്ത് നിങ്ങൾക്കറിയാമോ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയില്ലായിരുന്നല്ലേ? ആമേ. ഇപ്പൊ നമ്മൾ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ കുഞ്ഞുങ്ങളെന്ന് അങ്ങനെയല്ലല്ലോ. ദേഷ്യം വന്നാൽ ഇരുട്ടിന്റെ പ്രവൃത്തികൾ കടന്നു വരില്ലല്ലോ. നമ്മള് പാത്രം വലിച്ചെറിയില്ല, പുസ്തകങ്ങൾ വലിച്ചെറിയില്ല, മാതാപിതാക്കളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കില്ല, എനിക്ക് ചോറ് വേണ്ട എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കില്ല. കാരണം നമുക്ക് ആ ഇരുട്ടിന്റെ പ്രവൃത്തികൾ ഇനി കൂട്ടാളികളാകാൻ കഴിയില്ല. എന്റെ കർത്താവിന് അത് പ്രസാദമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ആ ഇരുട്ടിന്റെ പ്രവൃത്തികളോട് നമ്മൾ അവസാനിപ്പിച്ച്, ഗുഡ് ബൈ എന്ന് പറഞ്ഞാല് പിന്നെ കാണുമല്ലോ പറയുന്നത്, അവസാനിപ്പിക്കുക. അത് എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുക. കർത്താവിന് അത് പ്രസാദമാണ്. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, ഇനി നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടിൻ്റെതായ പ്രവൃത്തികൾ കടന്നു വന്നാൽ അതിന് ഒരിക്കലും നമ്മൾ ക്ഷയിക്കാൻ കൊടുക്കരുത്. അന്നേരം തന്നെ പ്രാർത്ഥിച്ചോളാം, കർത്താവേ എനിക്ക് ഇതിന്മേലൊരു ജയം നൽകണം. എന്റെ കൂടെ പഠിക്കുന്ന കുട്ടി എന്നെ കോപിപ്പിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തി അവൻ കടന്നു വന്നാൽ അതിന്മേലൊരു ജയം എനിക്ക് വേണം. സങ്കീർത്തനം 27 വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, യഹോവ എന്റെ വെളിച്ചവും
എന്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ പേടിക്കും? എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, യഹോവ വെളിച്ചമായി നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ, ഉള്ളിലുണ്ടെങ്കിൽ, നമ്മുടെ വെളിച്ചത്തെ തകർക്കാൻ ഒരു കൂട്ടുകാരന് സാധിക്കില്ല. ആണോ? ഒരു കൂട്ടുകാരന് സാധിക്കില്ല നമ്മുടെ വെളിച്ചത്തെ തകർക്കാൻ. അപ്പോ നാം തിരിച്ചറിയണം, ഏതെങ്കിലും ഇരുട്ടിന്റെ പ്രവൃത്തി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് നാം തിരിച്ചറിഞ്ഞ് അതിനോട് അവസാനിപ്പിച്ചേക്കണം. ഇനി എനിക്കത് ചേർന്നതല്ല, ഞാൻ വെളിച്ചത്തിന്റെ മക്കളാണ്. യഹോവ എന്ന് പറയുന്നത് യേശു ക്രിസ്തു എന്റെ വെളിച്ചമായി തീർന്നു, എന്റെ രക്ഷയായി തീർന്നു. ആമേൻ. എന്റെ ജീവന്റെ ബലമായി തീർന്നു. നേരത്തെ പറഞ്ഞതുപോലെ ആ ജീവൻ തുടിക്കുന്നത്, ബസ് പറഞ്ഞതുപോലെ തന്നെ ആ ജീവൻ തുടിക്കുന്ന അനുഭവം അത് കർത്താവ് യേശു ക്രിസ്തു മാത്രമേ നമുക്ക് ലഭിച്ചത്. ആ ജീവന്റെ ബലമായി തീർന്നു. ഇനി ഞാൻ ആരെ പേടിക്കാനാ? ഇവരെ, ഈ കൂട്ടുകാരെ നമ്മെ ദോഷകരമായ പ്രവർത്തികളിലേക്കും നമ്മെ നയിക്കുമ്പോൾ, അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് സിനിമ കാണാനോ ഏതെങ്കിലും ദൈവഹിതമല്ലാത്ത ഏതെങ്കിലും പ്രവർത്തികളിലേക്കൊക്കെ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞോളണം, അതെന്റെ കർത്താവിന്റെ പ്രസാദമല്ല. ഞാൻ നിൽക്കേണ്ട സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ നിൽക്കാൻ പാടുള്ളൂ. നമ്മളൊക്കെ ടൂറൊക്കെ പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ടൂർ പോകും. അപ്പോ ഈ വിസിറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ചില ദേവാലയങ്ങളും അവിടെയൊക്കെ കാണാനൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ വളരെ വളരെ ശ്രദ്ധയോടുകൂടിയായിരുന്നു. കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധയോടും, മാതാപിതാക്കൾ കൂടിയില്ല. മാതാപിതാക്കളുടെ ചിന്ത, അവര് ടീച്ചർമാരും അധ്യാപകന്മാരും അവരൊക്കെ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടെന്നാണ്. പക്ഷെ നമ്മൾ തിരിച്ചറിയണം, നാം ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് ടച്ച് ചെയ്യാനോ, ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കാൻ നിൽക്കാനോ, അവിടെ ഭയഭക്തി കാണിക്കാനോ, ദൈവത്തിന് പ്രസാദമായത് എന്തെന്ന് തിരിച്ചറിഞ്ഞോളണം. അവിടെ കാണുന്ന ഇതെല്ലാം കാണുന്നതിൽ തെറ്റില്ല. അതൊന്നും കണ്ടിരിക്കുകയും അറിഞ്ഞിരിക്കുകയും പഠിച്ചിരിക്കുകയും ചെയ്യുന്ന നല്ല കാര്യമാണ്. പക്ഷെ നമുക്ക് അതുമായി യാതൊരു ബന്ധമില്ല. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ ജീവൻ എന്ന് പറയുന്നത് അത് കർത്താവായ യേശു ക്രിസ്തു മാത്രം നമുക്ക് ലഭിച്ചൊരു ജീവനാണ്. യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടി? കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ആ ഒരു ജീവൻ ലഭിച്ചത്. ഇനി ഒരിക്കലും ഏതെങ്കിലും ഒരു തരത്തിൽ കടന്നുപോയാൽ എന്റെ വെളിച്ചത്തെ ഇരുട്ടാകുന്ന ഒരു പ്രവൃത്തിക്ക് പോലും എന്ത് ചെയ്യാൻ പാടില്ല, കൂട്ടു നിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടേതായ ഏതെങ്കിലും വിശ്വാസങ്ങൾ നമ്മളെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ നാം തിരിച്ചറിഞ്ഞോളണം, നാം അതിനോട് ചേരാൻ ഒരു വ്യവസ്ഥയില്ല. കാരണം നാം ദൈവത്തെ തിരിച്ചറിഞ്ഞ ദൈവമക്കളാണ്. ദൈവത്തെ തിരിച്ചറിഞ്ഞ ദൈവമക്കൾ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവര് സത്യദൈവത്തെ തിരിച്ചറിയാൻ ഞാനൊരു മുഖാന്തരമായിരിക്കണം. അതിന് ആദ്യം വേണ്ടത് എന്റെ ജീവിതം അവരുടെ മുന്നിൽ മാന്യമായി സമർപ്പിക്കാൻ തയ്യാറാവണം. അവരൊരിക്കലും നമ്മളെ അടിച്ചമർത്തുന്ന, അവരുടേതായ വിശ്വാസത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രവൃത്തികളിലേക്ക് നമ്മൾ ഇന്ന് പെടാൻ പാടില്ല. നമ്മുടെ പ്രവൃത്തി കണ്ട് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണോട്ടോ, എന്റെ പപ്പയ്ക്ക് വയ്യ, എന്റെ മമ്മയ്ക്ക് വയ്യ, എന്റെ അനിയന് വയ്യ, അനിയത്തിക്ക് വയ്യ, ചേച്ചിക്ക് വയ്യ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവര് നമ്മളോട് ആവശ്യപ്പെടുന്നു. അതിന് വേണ്ടത് അവരുടെ ഇടയിൽ നാം നല്ലൊരു മാതൃകയുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കും. അതിനെ നമ്മെ സഹായിക്കുന്നത് വെളിച്ചമാണ്. യഹോവന്റെ വെളിച്ചമാണ്. വെളിച്ചമായി ദൈവം നമ്മോട് കൂടെയുള്ളപ്പോൾ പിന്നെ ദോഷകരമായ ഒരു പ്രവൃത്തി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. ഇതുമേ നമുക്ക് ജയമെടുക്കാൻ സാധിക്കും. നമ്മുടെ വെളിച്ചത്തെ ഇരുട്ടാകുന്ന ഒരു പ്രവൃത്തികളിൽ നമ്മൾ കൂട്ടുചേരില്ല. കാരണം അത് ദൈവത്തിന്റെ പ്രസാദമല്ല എന്ന് തിരിച്ചറിയണം. അങ്ങനെ കടന്നു വരുമ്പോൾ അവര് നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെടും. നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥനയൊക്കെ ആവശ്യപ്പെടാറുണ്ടോ? കൂടെ പഠിക്കുന്ന കൂട്ടുകാരെ പ്രാർത്ഥിക്കാനൊക്കെ പറയാറുണ്ടോ? നമ്മളെ പ്രാർത്ഥനക്കാരെന്നൊക്കെ അവർ അറിയപ്പെടുന്നുണ്ടോ? ഈ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നതാണെന്ന് അവർക്ക് അറിയാമോ? അങ്ങനെയൊക്കെ കടന്നു വന്നാൽ ഇനി നിൽക്കുന്ന പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നമുക്ക് അവരുടെ ഇടയിൽ എല്ലാം ഒരു വിലയുണ്ടാവും. എന്താണെന്നറിയോ? അവർ പ്രാർത്ഥിച്ചാൽ, അവര് വീട്ടിലേക്ക് അറിഞ്ഞാൽ, അതേപോലെ വീട്ടിലേക്ക് അറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നതിന് അറിയില്ലേ? അപ്പൊ അവര് പറയും, പ്രാർത്ഥിക്കണോട്ടോ, വലിയ ചില ആവശ്യങ്ങളൊക്കെ നമ്മളോട് പറയും. കുഞ്ഞുങ്ങളായി നമ്മളോട് പറയും. നമ്മളത് വീട്ടിൽ വന്ന് മാതാപിതാക്കളോട് പറഞ്ഞ് അന്നത്തെ കൂട്ടായ്മ യോഗത്തിൽ ശ്രദ്ധിക്കൊരു പ്രാർത്ഥനയില്ലേ വീട്ടില്, ആ പ്രാർത്ഥന സമയത്ത് ഈ വിഷയങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. അതിനൊരു ജയപ്പെടും. സ്വതം ഇനി ഒരിക്കലും കർത്താവിനെ പ്രസാദമല്ലാത്ത ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഒരു വാക്യം ഇതിനുള്ള ബന്ധത്തിൽ ഓടിച്ചു വായിക്കട്ടെ. സങ്കീർത്തനം 90:17 വാക്യം വായിച്ചു. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കുമാറാകട്ടെ.
ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നാം ചെയ്യുന്ന പ്രവൃത്തി അത് ദൈവത്തിന് പ്രസാദമാണെങ്കിൽ മാത്രമല്ലേ എപ്പോഴും പ്രസാദം നമ്മുടെ ഇരിക്കുകയുള്ളൂ, അല്ലെ? ഇപ്പൊ കുഞ്ഞുങ്ങളാണ്, നമ്മുടെ ഉള്ളില് നമ്മൾ കടന്നു വരുന്ന ചില ചിന്തകൾ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ചില ചിന്തകൾ കടന്നു വരും. എന്താണ് ആ ചിന്തകൾ? കാണുന്ന യൂട്യൂബിൽ കാണുന്ന ചില സിനിമ ട്യൂണുകൾ, ചില തമാശ കോമഡികൾ, ഇതൊന്നും ഒരു ദൈവപൈതലിൽ ചേർന്നതല്ല. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമെന്ന് എങ്ങനെയാണ് നമ്മൾ തുറന്ന് പ്രാർത്ഥിക്കുന്നത്? നാം ദൈവത്തിന്റെ പ്രസാദമായത് ചെയ്താലല്ലേ ഈ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരികയുള്ളൂ. ഇനി യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുകയുള്ളൂ. ഇന്ന് മുതൽ തിരിച്ചറിഞ്ഞോളാം, ഞാൻ ഈ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. ഞാൻ കാണുന്ന ഏത് പാട്ടാണെങ്കിലും ശരി, ഏത് മെസ്സേജ് ആണെങ്കിലും ശരി, അതെല്ലാം ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കും. ഒട്ടച്ചൊല്ലും കളിവാക്കും ചേർച്ചയില്ലാന്ന് പറയുവാൻ ഒരു ദൈവത്തിന് വ്യവസ്ഥയില്ല. അത് എഫേസ്യരുടെ തൊട്ടുമോളിൽ പറയുന്നുണ്ട്. അങ്ങനെ അതിന്റെ 5 എഫേസ്യർ 5-ന്റെ 4-ാമത്തെ വാക്യം വായിച്ച് 3-ാമത്തെ വാക്യം, അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. പൊട്ടച്ചൊല്ല് കളിവാക്കി ഇങ്ങനെ ചേർച്ചയില്ലാത്ത ഒന്നും നിങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്യരുത്, പേര് പറയുന്ന പോലെ വരുത്. നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അതിശയം തോന്നണം. ഈ കാണുന്ന യൂട്യൂബിൽ ഇതൊക്കെ ഇടുന്നത്, ഈ തമാശകളൊക്കെ ഇടുന്നത്, ഈ കോമഡികളൊക്കെ ഇടുന്നത്, ഇത് കണ്ട് ആസ്വദിക്കാനാ. നിനക്ക് എന്താണ് ഇതിലൊന്നും സന്തോഷം കണ്ടെത്താൻ കഴിയാത്തത്? ഞങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, തിരിച്ചു കൊടുത്തോളണം. എനിക്ക് ദൈവത്തിന്റെ പ്രസാദം വേണം, ഞാൻ ദൈവത്തിന്റെ പൈതല. ഇതുവരെ ഇത് ഞാൻ കാണുന്നതും ഇത് ഞാൻ കേൾക്കുന്നതും ഇതിൽ ഞാൻ സന്തോഷം കണ്ടെത്തി സമയം ചെലവഴിക്കുന്നതും ദൈവത്തിന് പ്രസാദമല്ല. ദൈവത്തിന് പ്രസാദമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ ദൈവത്തിന്റെ പ്രസാദം എന്റെ മേൽ ഇരിക്കട്ടെ എന്ന് പറയാൻ എനിക്ക് വ്യവസ്ഥയില്ല. ഇനി ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കാൻ വ്യവസ്ഥയില്ല. ഇതൊക്കെ നമുക്ക് വ്യവസ്ഥ വേണമെന്നുണ്ടെങ്കിൽ നാം ആദ്യം ദൈവം ആഗ്രഹിക്കുന്ന വെള്ളം ജീവിക്കണം. ദൈവത്തിന് പ്രസാദമായിരിക്കും. ഇതൊന്നും യാതൊരു ദുർനടപ്പും യാതൊരു അസ്ഥിയും അത്യാഗ്രഹവും നിങ്ങളുടെ പേർ വളരെ പോലും വരുന്നത്. അങ്ങനെയാണ് വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്ത ഒന്നും വരുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾ മാത്രം പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ നമ്മളിത് വേണ്ടത്? എന്താ നമ്മളിത് വേണ്ടത്? ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്ത ഒന്നും വരുന്നത്. നമ്മൾ കൂട്ടുകാരന് നമ്മളോട് എന്തെങ്കിലും ഒരു ദേഷ്യമൊക്കെ തോന്നി കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് വാക്കുകൾ മാറ്റി വിളിക്കുമല്ലേ, പേരൊക്കെ മാറ്റി വിളിക്കുമല്ലേ, ഞങ്ങളുടെ പേരൊക്കെ കൂട്ടിച്ചേർത്ത് വിളിക്കൂലേ? ഇങ്ങനെയുള്ള പേര് വിളിക്കാൻ നമ്മുടെ മക്കൾക്ക് വ്യവസ്ഥയില്ല. ദൈവമക്കൾക്ക് വ്യവസ്ഥയില്ല. കുഞ്ഞുങ്ങളെ തിരിച്ചറിയണം, അതിന് വ്യവസ്ഥയില്ല. നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? അങ്ങനെ കടന്നു വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? പോലെ സ്തോത്രം എന്ന യാഗം അർപ്പിക്കണം. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നത് ദൈവത്തിന്റെ പ്രസാദമാണ്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അങ്ങനെ മഹത്വപ്പെടുത്തുന്നവൻ ദൈവപൈതൽ മറ്റുള്ള മുന്നിൽ എന്തായി തീരും? മാതൃകയെ തീരും. പല പ്രാവശ്യം നമ്മെ പരിഹസിക്കുകയും നമ്മെ മോശമല്ലാത്ത കാര്യങ്ങൾ ചിത്തൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ അവന് തന്നെ കുറ്റബോധം തോന്നിയിട്ട് അവൻ പിന്നെ നമ്മളോട് അത്തരത്തിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കും, നമ്മളോട് ഒരു റെസ്പെക്ട് കാണിക്കും. ഇത് നേരെ തിരിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ്. തിരിച്ചായി തുടങ്ങി. അവൻ എത്ര പറയുന്നു അത് നേരത്തെ പറഞ്ഞാല് വീട്ടിൽ ചെന്ന ഒരു സമാധാനം കൊള്ളുന്ന സ്ഥിതിയിലേക്ക് ആകരുത് കേട്ടോ. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് ആകരുത്. ഇതൊന്നും ദൈവത്തിന്റെ പ്രസാദമല്ല. നാം ഇതിലെല്ലാം വ്യത്യാസം ഉള്ള വ്യക്തികളായിരിക്കണം. കാരണം ഈ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കളുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് എത്ര പേരുണ്ടാവും? കൂടി കഴിഞ്ഞാൽ ഒരു 3-4 വലിയ മക്കൾ എത്ര പേരുണ്ടാവും? എത്ര പേരുണ്ടാവും? ഞങ്ങളുടെ സ്കൂളിൽ ക്ലാസ്സിൽ രക്ഷിച്ച നീ മാത്രമല്ലേ ഉള്ളൂ. അപ്പോ അതുപോലെ ഓരോരുത്തരും നോക്കിയേ, നിങ്ങൾ ഓരോരുത്തർ മാത്രമല്ലേ ഉള്ളൂ. ഈ പ്രാർത്ഥനയ്ക്ക് പോകുന്നതും പ്രാർത്ഥനയ്ക്ക് പോകാത്തതും നമ്മുടെ വ്യത്യാസം അവിടെ തിരിച്ചറിഞ്ഞു. അവിടെ ഇടയ്ക്ക് ഒരു സന്തോഷത്തിനൊക്കെ വേണ്ടി ഇതുപോലെ നമ്മള് കരോക്കയിലിട്ട് പാട്ട് വയ്ക്കുന്ന പോലെ സിനിമാ ട്യൂണിലിട്ട് പാട്ട് വയ്ക്കുമ്പോ അവരുടെ ഒപ്പം നിന്ന് തുള്ളാനൊന്നും നമ്മൾ പോയേക്കരുത്. അത് ദൈവത്തിന്റെ പ്രസാദമല്ല, ദൈവത്തിന്റെ സന്തോഷമല്ല. അതൊന്നും ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളായിരിക്കും. വീട്ടിൽ നിന്ന് ആളുകളുണ്ടല്ലോ, ഇതിന് ശേഷം വീട്ടിൽ വന്ന് ഒന്നും അറിയാത്ത പോലെ
സന്ധ്യ പ്രാർത്ഥിക്കുകയും സ്കൂളിൽ ചെന്നിട്ട് ഈ കുളവും ചാട്ടവും ഇപ്പൊ എന്തെല്ലാം അല്ലേ കാണുന്നല്ലേ. കുഞ്ഞുങ്ങള് ഇപ്പൊ ഒരു ബസ്സൊക്കെ പോയി കഴിഞ്ഞാൽ ടൂർ പോണതാ. അപ്പൊ ആ ടൂറിന് എന്ത് പാട്ടൊക്കെ വെക്കുന്നത്? ഈ പാട്ടിനൊപ്പം താളം പിടിക്കുന്ന കുട്ടികളുണ്ടല്ലേ, അതിനൊപ്പം താളം പിടിക്കാത്ത നമുക്ക് വ്യവസ്ഥയില് നമ്മുടെ കുഞ്ഞു മനസ്സാണ്. അവിടെ നമുക്ക് ജയം എടുക്കണം എന്നുണ്ടെങ്കിൽ നാം പ്രാർത്ഥിച്ചോളണം. ദൈവമായി നമുക്കൊരു ബന്ധം ഉണ്ടായിരിക്കണം. കർത്താവിന് ഹിതമാണോ, ഈ ഇഷ്ടമാണോ, പ്രസാദമാണോ ഞാൻ ഈ ചെയ്ത പ്രവൃത്തി എന്ന് നിരന്തരം ദൈവത്തോട് ചോദിക്കണം. നമ്മൾ ഈ കുഞ്ഞു പ്രായത്തിൽ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച നിങ്ങൾക്ക് ലഭിക്കാത്ത എന്താ ഉള്ളത്? ഇതിനൊരു കൃപ ദൈവം തരില്ലേ? ബസ്സിനകത്ത് പറഞ്ഞില്ലേ, എന്റെ കൃപ നിനക്ക് മതി. അവിടെ ജയമെടുക്കാൻ അവൻ കൂടെയുള്ള കൂട്ടുകാരൻ ചിലപ്പോ മാറിപ്പോയേക്കാം അല്ലെ. ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് കൂട്ടുകാരായിട്ട് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന കൂട്ടുകാരൻ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൻ അപ്പം തന്നെ അടുത്ത കൊണ്ട് കൊടുത്തിട്ട് നമ്മളോട് സംസാരിക്കും. അന്നേരം നമുക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയ അയ്യോ ഇനി ഒരിക്കലും എനിക്ക് സ്കൂളിലെ പഠനം തന്നെ വേണ്ടാന്ന് നോക്കിയത് കുട്ടികളുണ്ട്. ഒരു കൂട്ടുകാരൻ പഴകി മാറുന്നുണ്ട്. ആ കൂട്ടുകാരനോട് രക്ഷയിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തരില്ല. അവന്റെ ഇഷ്ടത്തിന് തുള്ളാനല്ല നമ്മൾ വേണ്ടത്. സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കും കേട്ടോ മക്കളെ. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ പ്രസാദമായത് എന്തെന്ന് ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് ജാഗരിച്ച് ആമേൻ ബൈബിളൊക്കെ വായിക്കുക. എല്ലാരും ബൈബിൾ വായിക്കുന്നല്ലേ? ഇപ്പൊ നമ്മള് വായിക്കുന്നത് എങ്ങനെയാ വായിക്കുന്നത്? ഓർഡറായിട്ടാണോ വായിക്കുന്നത്, അതോ ബൈബിൾ തുറന്നിട്ട് കിട്ടിയതെടുത്ത് വായിക്കുമോ? ഓർഡറായിട്ട് വായിക്കുക. പഴയ നിയമം തുടങ്ങി വായിക്കും. ഉൽപ്പത്തി പോയി വായിക്കാനാണെങ്കിൽ അത് തുടർച്ചയായിട്ട് വായിക്കും. ഇപ്പൊ സജിത്ത് ആമേൻ അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത് ഏറെ നാളായിട്ടല്ലേ? അവനിപ്പോ പുറപ്പാട് കഴിയാറായി. അവനെങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. വായിക്കുന്നത് മനസ്സിലാവണം. കുഞ്ഞിനെ പയ്യെ സഭയിൽ മെസ്സേജൊക്കെ പറയാൻ തോന്നി എന്നതുപോലെ നമ്മൾ ബൈബിൾ വായിക്കുകയും നമുക്ക് കടന്നു വരുന്ന ചിന്തകൾ ദൈവസഭയിൽ പങ്കുവയ്ക്കും. ഇങ്ങനെയുള്ള യൂത്ത് മീറ്റിംഗൊക്കെ അതിനുവേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുക. ആമേൻ. ദൈവം സഹായിക്കും. ഒരിക്കലും പിന്നോട്ടാകരുത്, നമ്മൾ മുമ്പോട്ടായിരിക്കണം. പാസ്റ്ററോളജി എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ഒരുങ്ങി വന്നിട്ടുണ്ട്, ചെറിയൊരു മെസ്സേജ് എന്റെ മനസ്സിലുണ്ട് എന്നൊന്ന് പറഞ്ഞോട്ടെ എന്നൊക്കെ ചോദിക്കണം. അങ്ങനെയൊക്കെ അവസരങ്ങൾ വരും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ താലന്ത് വർദ്ധിപ്പിക്കാൻ നമുക്ക് വളരാനൊക്കെ സാധിക്കുള്ളൂ. പുറകോട്ട് മാറി നിൽക്കരുത്. എല്ലാവരും ദൈവസഭയിൽ പാട്ട് പാടി ആരാധിക്കുമ്പോൾ മക്കൾ കൈയടിച്ചൊക്കെ പാടുന്ന പോലെ ഇവരെല്ലാം കൈയടിക്കാത്തവരുടെ കൈയടിച്ച് പാടാനൊക്കെ പറയണം. കൈയടിച്ചൊക്കെ പാട്ട് പാടി ദൈവത്തെ മാത്രപ്പെടണം. അങ്ങനെ കർത്താവിന് പ്രസാദമായത് എന്തെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കണം. ഒറ്റ വാക്യം പറയട്ടെ, എപ്പോഴും ന്യായപ്രമാണം നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രമാണം ഇത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. അവൻ ഭാഗ്യവാനാണ്. അങ്ങനെയാണെങ്കിൽ ഭാഗ്യവാന്മാർ ഒരിക്കലും നാശത്തിലേക്ക് പോകില്ലല്ലോ, ദൈവവസിക്കുന്നിടത്തേക്ക് പ്രവേശിക്കും. കർത്താവ് ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിറങ്ങുന്ന ഒരു സമയമുണ്ട്. അന്ന് നാം ജീവിക്കുന്ന ജീവിതം കർത്താവിന് പ്രസാദമുള്ള ജീവിതം. കുഞ്ഞുങ്ങളെ അവസാനിപ്പിക്കുക. പ്രസാദമുള്ള ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ നമ്മൾ ആരും തള്ളപ്പെട്ടു പോകില്ല. ഇന്ന് ഈ സന്തോഷം, ഈ കാണുന്ന ചെറിയ സന്തോഷം ഒന്നുമല്ല, പൂർണ്ണ സന്തോഷം ആമേൻ നൽകാൻ കഴിയുന്ന ഒരു ഇടമുണ്ട്. അത് കർത്താവിന്റെ സന്നിധിയാണ്. ഇവിടെ കാണുന്ന എല്ലാം താൽക്കാലികമാണ്. ദൈവം നമ്മെ സഹായിക്കും. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് പ്രസാദമായത് ചെയ്യാൻ എനിക്ക് കഴിയുന്നേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ.